2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ കീഴടക്കിയാണ് രോഹിത്തിന്റെയും സംഘത്തിന്റെയും സെമി പ്രവേശം. ദുബായ് ആതിഥേയത്വം വഹിച്ച കളിയിൽ 4 വിക്കറ്റ് ജയമാണ് ടീം ഇന്ത്യ നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.3 ഓവറുകളിൽ 264 റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഇന്ത്യ 48.1 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു. 84 റൺസ് നേടിയ വിരാട് കോഹ്ലിയായിരുന്നു സെമി ഫൈനലിലെ താരം. ടൂർണമെന്റിൽ ഇത് രണ്ടാമത്തെ മത്സരത്തിലാണ് കോഹ്ലി കളിയിലെ കേമനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നേരത്തെ പാകിസ്ഥാനെതിരെ നടന്ന ഗ്രൂപ്പ് പോരാട്ടത്തിലും കോഹ്ലിയായിരുന്നു സെഞ്ചുറി നേടി ഇന്ത്യയുടെ വിജയശില്പിയായത്. അന്ന് ഇന്ത്യയോട് തോറ്റതോടെ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സെമിയിൽ ഇന്ത്യ വിജയിച്ചതോടെ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ ഫൈനലിൽ കടന്നതോടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനും ദുബായ് തന്നെ ആതിഥേയത്വം വഹിക്കുമെന്ന് ഉറപ്പായതാണ് പാകിസ്ഥാന്റെ നിരാശയ്ക്ക് കാരണം. ഇന്ത്യക്ക് ഫൈനലിന് യോഗ്യത നേടാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയമായിരുന്നു ഈ മാസം 9 നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിന് വേദിയാകേണ്ടിയിരുന്നത്. സ്വന്തം നാട്ടിൽ ഒരു ICC ടൂർണമെന്റ് ഫൈനൽ കാണാനുള്ള സുവർണാവസരം കൂടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ ഹൈബ്രിഡ് മാതൃകയിലാണ് ഈ വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. ഇന്ത്യയുടെ കളികൾ ദുബായിൽ നടത്തുന്ന രീതിയിലാണ് ICC മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തത്. ഇന്ത്യ ഫൈനലിൽ എത്തുകയാണെങ്കിൽ കലാശ പോരാട്ടം ദുബായിൽ തന്നെ നടക്കുമെന്നും മറിച്ച് ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയില്ലെങ്കിൽ കലാശ പോരാട്ടം ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടക്കുമെന്നും ICC നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ വിജയിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് സെമിയിലെ വിജയികളെയാണ് ഫൈനലിൽ നേരിടുക. ഞായറാഴ്ചയാണ് കലാശ പോരാട്ടം. ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് സെമിക്ക് വേദിയാകുന്നത് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയമാണ്. ഇന്ത്യക്കെതിരായ സെമി ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. 73 റൺസ് എടുത്ത ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തും 61 റൺസ് നേടിയ അലക്സ് കാരിയുമാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗിൽ തിളങ്ങിയത്. 49.3 ഓവറുകളിൽ 264 റൺസിന് ഓസീസ് ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി 3 വിക്കറ്റുകൾ വീഴ്ത്തി. 265 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യ 11 പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി. 84 റൺസുമായി വിരാട് കോഹ്ലി വിജയശില്പിയുമായി. 45 റൺസ് എടുത്ത ശ്രേയസ് അയ്യർ, 42 റൺസ് എടുത്ത് പുറത്താകുന്ന KL രാഹുൽ എന്നിവർ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. സെഞ്ചുറി നേടുമെന്ന് ഉറപ്പിച്ചു മുന്നേറുമ്പോഴായിരുന്നു വ്യക്തിഗത സ്കോർ 84-ൽ വെച്ച് കോഹ്ലി പുറത്താകുന്നത്. സ്പിന്നർ ആദം സാംബയുടെ പന്തിൽ ബെൻ ഡ്വാർഷ്യസിന് ക്യാച്ച് സമ്മാനിച്ചായിരുന്നു കോഹ്ലിയുടെ പുറത്താകൽ. കോഹ്ലി സെഞ്ചുറി നേടാതെ പുറത്തായത് ആരാധകരെ വല്ലാതെ നിരാശരാക്കുകയും ചെയ്തു. എന്നാൽ മത്സരശേഷം സന്തോഷിക്കവേ വളരെ സന്തോഷവാനായി കാണപ്പെട്ട കോഹ്ലി സെഞ്ചുറി നഷ്ടമായതിൽ യാതൊരു നിരാശയുമില്ലെന്ന പ്രതികരണം നൽകിയിരുന്നു. മത്സരത്തിൽ ഏറ്റവും സന്തോഷം നൽകിയത് താനെടുത്ത സിംഗിളുകളാണെന്നും വിജയത്തിന് ശേഷം വിരാട് കോഹ്ലി വെളിപ്പെടുത്തിയിട്ടുണ്ട്.